ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പാർട്ട് 3 ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് പോയി അത് കാണാം. അതിനുശേഷം ഈ ഒരു പാർട്ടും കൂടി കാണാം. എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? റെറ്റീന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ റെറ്റീന പറയുമ്പോൾ പറഞ്ഞായിരുന്നു, ഒരു കോഡ് മിസ് പറഞ്ഞായിരുന്നു. ഏതായിരുന്നു ആ കോഡ്? RIP. ഓർക്കാൻ വേണ്ടി മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോഡ് ഉണ്ടാക്കി തന്നായിരുന്നു. RIP. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റീനയാണ്. I എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയർ ഓഫ് ഐ. അതാണല്ലോ നമ്മുടെ റെറ്റീന എന്ന് പറയുന്നത്. നെക്സ്റ്റ് P. എന്തായിരുന്നു P? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മുടെ റെറ്റീനകത്ത് എന്തുണ്ട്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പഠിച്ചായിരുന്നു. അതേ കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ റെറ്റീന. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് ആ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഏതൊക്കെയാണോ? ദേ ആർ. 1 റോഡ് സെൽ, 2 കോൺ സെൽ. അങ്ങനെ 2 ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാണ്? അത് നമ്മുടെ റോഡ് സെൽ ആണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ കോൺ സെൽ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡിന് ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യാ? സ്റ്റാർ ഇട്ട് വെച്ചോളൂ. നെക്സ്റ്റ്, റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പേഴ്സ് ദാൻ കോൺ സെൽസ്. അതായത് നമ്മുടെ നമ്പർ ആരുതാണ് അധികം? അത് നമ്മുടെ റോഡ് സെൽസ് ആണ്. അതായത് നമ്മുടെ കോൺ സെൽസിനെക്കാളും അധികമുള്ളത് ആരാണ്? റോഡ് സെൽസ് ആണ്. എന്ത് ചെയ്യണം? ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് പഠിക്കണം. അതുപോലെ ഇത് എന്ത് ചെയ്യാൻ ചോദിക്കും? ട്രൂ ഓർ ഫാൾസ് എന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് ട്രൂ ഓർ ഫാൾസ് എന്ന് ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ റോഡ് സെൽസ് ആണ് അധികം എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റോഡ് സെല്ലിന്റെയും അതുപോലെ കോൺ സെല്ലിന്റെയും ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അതിന്റെ ഡിസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്. എന്താണ് റോഡ് സെൽ? റോഡ് സെൽ കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെന്റ് കോൾഡ് റോഡോപ്സിൻ. അതായത് നമ്മുടെ റോഡ് സെല്ലിൽ എന്തുണ്ട്? ഒരു പിഗ്മെന്റ് ഉണ്ട്. അതാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ റോഡ് സെല്ലിൽ കാണുന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ റോഡോപ്സിൻ എന്ന് പറയുന്നത്. ദിസ് പിഗ്മെന്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ കോൾഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. എന്താണോ? ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്ത് വെച്ചോ? സ്റ്റാർ ഇട്ട് വെച്ചോളൂ. അതായത് ഈ ഒരു പിഗ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്രോട്ടീൻ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഏത് പ്രോട്ടീൻ ആണ്? 1 നമ്മുടെ ഓപ്സിൻ, 2 റെറ്റിനാൽ. ഈ ഒരു പ്രോട്ടീൻ നിന്നാണ് ഈ ഒരു പിഗ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. ഇതെന്താണ്? വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അതായത് ആ ഒരു പിഗ്മെന്റ് എവിടെ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്? പ്രോട്ടീൻ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതെന്താണ്? നമ്മുടെ വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. സിൻസ് ദേ ആർ ആക്ടിവേറ്റഡ് ഈവൻ ഇൻ ഡിം ലൈറ്റ് വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിം ലൈറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റ് നമുക്ക് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ റോഡ് സെൽസ് ഉള്ളത് കൊണ്ടാണ്. അതായത് അവരെപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഡിം ലൈറ്റിലാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളർ. ഈ ഒരു സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. നമ്മുടെ റോഡ് സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റൂല? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ കോൺ സെൽ ആണ്. നമ്മുടെ കോൺ സെൽ എന്താണ്? കോൺ സെൽസ് കണ്ടെയ്ൻ എ പിഗ്മെന്റ് കോൾഡ് ഫോട്ടോപ്സിൻ. അതായത് നമ്മുടെ കോൺ സെല്ലിൽ കാണുന്ന പിഗ്മെന്റ് ആണ് എന്ത്? ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. റോഡ് സെല്ലിൽ കാണുന്നതാണ് നമ്മുടെ റോഡോപ്സിൻ എന്ന് പറയുന്നത്. അതായത് കോൺ സെല്ലിൽ എന്താണ്? ഫോട്ടോപ്സിൻ ആണ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് അയോഡോപ്സിൻ. ഇതിനെ എന്തും കൂടി പറയാറുണ്ട്? അയോഡോപ്സിൻ എന്ന് പറയാറുണ്ട്. എന്ത് ചെയ്തോ? ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ്, ദിസ് പിഗ്മെന്റ് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഈ ഒരു പിഗ്മെന്റും എങ്ങനെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്? ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ വെച്ചിട്ട് തന്നെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള സെയിം സാധനമാണ് ഇവിടെയും വരുന്നത്. ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ എന്ന് പറയുന്നത്.
Next, there are three types of cone cells in our eyes, which help us to detect three primary colors of light: red, blue and green. അതായത് എന്തുണ്ട്, നമ്മുടെ കോൺ സെൽസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ആയിട്ട് നമ്മുടെ കണ്ണിലുണ്ട്. അതായത് 3 types of കോൺ സെൽസ് ആണ് നമ്മുടെ കണ്ണിനകത്തുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റെഡ്, ബ്ലൂ, അതുപോലെ ഗ്രീൻ ആണ്. എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രൈമറി കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ് ഇൻ ദ ഓപ്സിൻ മോളിക്യൂൾ. അതായത് ഇവിടെയുള്ള രണ്ട് കോമ്പോസിഷനും സെയിം ആണ്. രണ്ടിടത്തുള്ളത് ഓപ്സിൻ എന്ന ടിനാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഇവിടെയുള്ള നമ്മുടെ ഓപ്സിൻ മോളിക്യൂളിന്റെ അമിനോ ആസിഡിന് എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോൺ സെൽസ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ. അതുകൊണ്ടാണ് ഇവിടെ കളർ വിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓപ്സിൻ മോളിക്യൂളിൽ എന്തുണ്ട്? അമിനോ ആസിഡിന്റെ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കളർ വിഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കോൺ സെൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ഫിഗർ എന്തുണ്ട്? എവിടെയുണ്ട്? നമ്മുടെ ടെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് റോഡ് സെൽസിനെ കുറിച്ചിട്ടും കോൺ സെൽസിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ഐ ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ് ആണ്. അതായത് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഐ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണിന് വരുന്ന രോഗാവസ്ഥയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡിസീസ് ആണ് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. എന്താണ് അത്? ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ റിസൾട്ട്സ് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി, വിറ്റാമിൻ എ കുറയുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നമ്മുടെ റെറ്റിനാലിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വിറ്റാമിൻ എ കുറയുന്ന സമയത്ത് നമ്മുടെ റെറ്റിനാലിന്റെ പ്രൊഡക്ഷനും കുറയുന്നുണ്ട്. ദിസ് ഇൻ ടേൺ പ്രിവെന്റ്സ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ റീസിന്തസൈസ്, അത് വീണ്ടും എന്ത് ചെയ്യുന്നില്ല? സിന്തസൈസ് ചെയ്യുന്നില്ല. In this condition, objects cannot be seen clearly in dim light. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡിം ലൈറ്റിൽ ഒബ്ജക്ട്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ആൻഡ് ദിസ് ഡിസീസ് ഈസ് കോൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതായത് എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ റെറ്റിനാലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് എന്ത് ചെയ്യുന്നില്ല? വീണ്ടും സിന്തസൈസ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമുക്ക് ഒബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലിയർ ആയിട്ട് ഡിം ലൈറ്റിൽ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഈ ഡിസീസസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡിസീസസ് നോക്കിയാലോ? ഏതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്? നമ്മുടെ സിറോപ്താൽമിയ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സിറോപ്താൽമിയ എന്ന് പറയുന്നത്? അതൊരു ഐ ഡിസീസ് ആണ്. അതെങ്ങനെയാ വരിക? ഇഫ് there is a prolonged deficiency of vitamin A, the conjunctiva and cornea become dry and opaque. അതായത് നമ്മുടെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കുറേ കാലം നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൺജക്റ്റീവ അതുപോലെ കോർണിയ എന്ത് സംഭവിക്കും? ഡ്രൈ ആൻഡ് ഒപ്പാക്ക് ആവും. നമ്മുടെ കൺജക്റ്റീവ അതുപോലെ കോർണിയ എന്ത് ചെയ്യും? ഡ്രൈ ആൻഡ് ഒപ്പാക്ക് ആവുന്നുണ്ട്. ദിസ് കോസസ് സിറോപ്താൽമിയ. ഇങ്ങനെയാണ് സിറോപ്താൽമിയ എന്ന രോഗം വരുന്നത്. ആൻഡ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. പിന്നെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? തുടർന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോകും. അതായത് ഇതെന്ത് ചെയ്യും? ബ്ലൈൻഡ്നെസ്സിനെ ലീഡ് ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കുറേ കാലം നീണ്ടു നിന്നാൽ നമ്മുടെ കൺജക്റ്റീവയും കോർണിയയും ഡ്രൈയും ഒപ്പാക്കും
ബ്ലാക്കും ആവും. അങ്ങനെ ആവുമ്പോൾ ആ ഡിസീസ് ആണ് നമ്മുടെ സിറോപ്താൽമിയ എന്ന് പറയുന്നത്. ഇത് കുറെ കാലം നീണ്ടു നിന്നാൽ എന്താവും? ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. അതായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. എന്തുണ്ട്? പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. മിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The retina contains corn cells which can detect red, green and blue colors. Some persons cannot distinguish green and red colors due to the defect of corn cells. This condition is called color blindness. അതായത് നമ്മുടെ റെറ്റീന ഉണ്ടല്ലോ, അതിനകത്ത് എന്തുണ്ട്? കോൺ സെൽസ് ഉണ്ട്. ഈ കോൺ സെൽസ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? കളർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? റെഡും അതുപോലെ തന്നെ ഗ്രീനും വേർതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? കോൺ സെല്ലിന്റെ ഡിഫക്റ്റ് മൂലം. അങ്ങനെയാണെങ്കിൽ അവർക്ക് വരുന്ന രോഗമാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. സം പേഴ്സൺസ് cannot distinguish green and red colors due to the defect of corn cells. അതായത് ചില ആൾക്കാർക്ക് ഗ്രീനും അതുപോലെ റെഡിനെയും ഡിസ്റ്റിംഗ്വിഷ് വേർതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഡിഫക്ട് ഇൻ ദ കോൺ സെൽസ്, അതായത് നമ്മുടെ കോൺ സെൽസിന്റെ തകരാറ് മൂലമാണ്. എന്നാൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാ? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നോക്കുകയാണ്. അതായത് നമ്മുടെ നെക്സ്റ്റ് ഡിസീസ് നമ്മൾ നോക്കുകയാണ്. ഗ്ലൗക്കോമ. ഇത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡിസീസ് ആണ്. ഇത് എങ്ങനെയാണ് വരിക? Aqueous humor is a fluid which nourishes the tissues in the eyes. If the reabsorption of this aqueous humor does not occur, it causes an increase in the pressure inside the eyes. അതായത് aqueous humor എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണിനെ നറിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് പഠിച്ചതാണ് ഈ ഒരു aqueous humor എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്. അതിന്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിന്റെ പ്രഷർ കൂടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദ ഐസ്. നമ്മുടെ കണ്ണിനകത്തുള്ള പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് കോസസ് ഡാമേജ് ടു റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ റെറ്റീനയും അതുപോലെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? നശിക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ബ്ലൈൻഡ്നെസ്. അങ്ങനെ നമ്മുടെ കാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വരുന്ന ആ രോഗമാണ് നമ്മുടെ ഗ്ലൗക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് അക്യൂസ് ഹ്യൂമറിന്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിനകത്തുള്ള പ്രഷർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റെറ്റീനയും അതുപോലെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ കാഴ്ച എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ആ ഒരു ഡിഫക്റ്റിനെയാണ് എന്ത് പറയാ? ഗ്ലൗക്കോമ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡിസീസ് റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ലേസർ സർജറി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ്. നമ്മൾക്ക് ഈ ലേസർ സർജറി ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സർജറിയാണ്, നോർമലായിട്ട് കാണുന്ന ഒരു സർജറിയാണ് നമ്മുടെ ലേസർ സർജറി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡിസീസ് നോക്കിയാലോ? ഏതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്? അത് നമ്മുടെ കാറ്ററാക്ട് ആണ്. എങ്ങനെയാണ് കാറ്ററാക്ട് വരിക? ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ലെൻസ് ഓഫ് ദ ഐ ബിക്കം ഒപാക് റിസൾട്ട് ഇൻ ബ്ലൈൻഡ്നെസ്. അതായത് നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഉണ്ടല്ലോ, അത് എന്താവുന്നുണ്ട്? അത് ഒപാക് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ആക്ച്വലി നമ്മുടെ കണ്ണിന്റെ ലെൻസ് എങ്ങനെയാണ്? ട്രാൻസ്പാരന്റ് ആണ്. കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ലെൻസ് എന്ത് ചെയ്യും? ഒപാക് ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ കാറ്ററാക്ട് എന്ന് വെച്ചാൽ. ഈ കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അതാണ് റിസൾട്ടിങ് ബ്ലൈൻഡ്നെസ്. അതും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ റെക്ടിഫൈ ചെയ്യാം? അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ദ റീപ്ലേസിങ് ദ ലെൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലെൻസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ റീപ്ലേസ് ചെയ്യുന്നത്? വിത്ത് ആർട്ടിഫിഷ്യൽ വൺ. ആർട്ടിഫിഷ്യൽ വൺ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി നടക്കുന്നത് സർജറി ത്രൂ ആണ്. നമ്മൾ സർജറി ആയിട്ടാണ് ഈ ഒരു ലെൻസിനെ റീപ്ലേസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിങ് ദ ലെൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. ഇതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൺജ
കൺജക്റ്റിവിറ്റീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റുമാണ്, വളരെയധികം സിമ്പിളുമാണ്. ഇതെങ്ങനെയാ വരിക? ദിസ് ഈസ് എൻ ഇൻഫെക്ഷൻ ഓഫ് കൺജക്റ്റീവ. നമ്മുടെ കൺജക്റ്റീവ എന്ന് പറയുന്ന ഒരു ഐ പാർട്ട് ഉണ്ടല്ലോ, അതിന് വരുന്ന ഇൻഫെക്ഷനെയാണ് എന്ത് പറയാ? കൺജക്റ്റിവിറ്റീസ് എന്ന് പറയാ. ഓൾറെഡി നെയിമിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. The causative organisms may be bacteria, virus, etc. ഈ ഒരു ഇൻഫെക്ഷന് കാരണമാകുന്നത് ഏത് ഓർഗാനിസംസ് ആണ്? നമ്മുടെ ബാക്ടീരിയ, വൈറസ് എന്ന് പറയുന്ന പോലത്തെ ഈ ഓർഗാനിസം ആണ് ഇതിന് കാരണമാവുന്നത്. This disease is transmitted through contact and prevented by maintaining personal hygiene. അതായത് ഈ ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പകരുന്നുണ്ട്. അതായത് കോണ്ടാക്ട് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പകരുന്നുണ്ട്. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ഹൈജീൻ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമ്മുടെ കൺജക്റ്റീവയിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് എന്ത്? കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫെക്ഷന് കാരണമാകുന്നത് ഏത് ഓർഗാനിസം ആണ്? ബാക്ടീരിയ, വൈറസ് പോലുള്ള ഓർഗാനിസംസ് ആണ്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഐ ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ടോപ്പിക് ആണ്. ഏതാണ് ആ ടോപ്പിക്? നമ്മുടെ ഇയർ, അതായത് നമ്മുടെ ചെവിയെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഇയർ. അതായത് നമ്മുടെ ചെവിയിലകത്ത് എന്തുണ്ട്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ദ ഇയർ നോട്ട് ഓൺലി ഹെൽപ്സ് us in hearing but also helps in maintaining the balance of the body. രണ്ട് ഫംഗ്ഷൻ നമ്മുടെ ഇയർ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നുണ്ട്, മറ്റൊന്ന് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ കൂടി നമ്മുടെ ഇയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഇയറിംഗ് ഓൾറെഡി നമ്മൾ മുമ്പേ അറിയുന്ന ഒരു കാര്യമാണ്. ബാലൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യം നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നതാണ്. അതായത് നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ബോഡി ബാലൻസും കൂടി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർട്സ് ഓഫ് ഇയർ ആണ്. അതായത് നമ്മുടെ ചെവിയുടെ പാർട്സ് ആണ്. കണ്ണിന്റെ പാർട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെവിയുടെ പാർട്സും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 3 പാർട്സ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ ഇയർ, അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ മിഡിൽ ഇയർ ആൻഡ് തേർഡ് വൺ ഇന്നർ ഇയർ. അങ്ങനെ 3 പാർട്സ് ആണുള്ളത്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. അങ്ങനെ 3 പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇതിന്റെ ലാബിലിംഗ് നോക്കിയാലോ. ഇതാണ് ഇയറിന്റെ ഡയഗ്രാം ആയിട്ട് വരുന്നത്. ഇതിലെ പുറത്ത് കാണുന്ന ഈ ഒരു പാർട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ലാബിൽ ചെയ്യാൻ പഠിക്കണം. നെക്സ്റ്റ് ഇതിന്റെ മിഡിൽ പോർഷൻ ആണ് ഇതിന്റെ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന്റെയും ഇന്റേണൽ ഇയറിന്റെയും മിഡിൽ ആയിട്ടാണ് ആര് കാണുന്നത്? മിഡിൽ ഇയർ കാണുന്നത്. നെക്സ്റ്റ് ഇന്റേണൽ ഇയർ, അതായത് ഈ ഒരു അകത്തെ പോർഷൻ ആണ് നമ്മുടെ ഇന്റേണൽ ഇയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഓരോ പാർട്സ് നോക്കാനുണ്ട്, അതുപോലെ ലാബിലിംഗ് നോക്കാനുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ ഇയർ. നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ നമുക്ക് 3 പാർട്സ് പഠിക്കാനുണ്ട്. 1 പിന്ന, 2 ഓഡിറ്ററി കനാൽ ആൻഡ് 3 ഏതാണ് മൂന്നാമത്തെ പാർട്ട്? ടിംബാനം. അങ്ങനെ 3 പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്ത് ചെയ്യാ? ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. ടാപ്പ്. എന്ത് ചെയ്യണം? ഇത് എക്സ്റ്റേണൽ ഇയർ ആണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർത്ത് വെച്ചോളൂ. ടി എന്ന് പറയുന്നത് ടിംബാനം ആണ്. നമ്മുടെ എ എന്ന് പറയുന്നത് ഓഡിറ്ററി കനാൽ, പി എന്ന് പറയുന്നത് പിന്ന എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ പിന്ന എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ഈ സാധനമാണ്. നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഈ ഒരു പാർട്ടാണ് നമ്മുടെ പിന്ന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഡിറ്ററി കനാൽ, അതായത് ഇവിടെ ചാനൽ പോലെ കാണുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടിംബാനം. ടിംബാനം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ പോർഷൻ ആണ് നമ്മുടെ ടിംബാനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 3 പാർട്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടിംബാനം, ഓഡിറ്ററി കനാൽ ആൻഡ് അവർ പി, നമ്മുടെ പിന്ന എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ 3 പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഇതിൽ ലാബിനിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ ഇയറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. പിന്നെ carries sound waves to the auditory canal. അതായത് നമ്മൾ പിന്നെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ നിന്നും ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് വേവ്സിനെ ക്യാരി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സൗണ്ട് വേവ്സിനെ എവിടേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്, ഓഡിറ്ററി കനാലിലേക്ക് ക്യാരി ചെയ്യുകയാണ്. ആര്? നമ്മുടെ പിന്ന എന്ന് പറയുന്ന ഭാഗം. എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഓഡിറ്ററി കനാൽ carries sound waves to the tympanum. അതായത് നമ്മുടെ സൗണ്ട് വേവ്സ് എവിടെയുണ്ട്, ഓഡിറ്ററി കനാൽസിലുണ്ട്. അവിടുന്ന് എവിടത്തേക്ക് എത്തണം, ടിംബാനത്തിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഓഡിറ്ററി കനാൽ ചെയ്യുന്നത്. Next point, small hairs and wax present inside the canal helps to prevent dust and foreign particles from entering the ear. അത് നമ്മുടെ ചെവിയിലകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡസ്റ്റും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കനാലിൽ എന്തുണ്ട്, സ്മോൾ ഹെയർസ്, ചെറിയ ഹെയർസും ഉണ്ട്, അതുപോലെ വാക്സും പ്രസന്റ് ആണ്. എന്തിനാണിത്? ശരിക്കും പറഞ്ഞാൽ ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ചെവിയിലകത്ത് പോകാൻ സാധ്യതയുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് സ്മോൾ ഹെയറും അതുപോലെ വാക്സും അവിടെ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പാർട്ടാണ് ടിംബാനം എന്ന് പറയുന്നത്. എന്താണ് ടിംബാനം എന്ന് പറയുന്നത്? എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. അതായത് നമ്മുടെ മിഡിൽ ഇയറിനെയും അതുപോലെ എക്സ്റ്റേണൽ ഇയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുകയാണ് ആര്, നമ്മുടെ ടിംബാനം എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മുടെ ടിംബാനം ഉള്ളത്? ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ടിംബാനം എന്ന് പറയുന്നത്. അത് എങ്ങനെയാ കാണാൻ? അതൊരു സർക്കുലർ ആയിട്ടാണ് കാണാനുള്ളത്. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് എ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ് ദ മിഡിൽ ഇയർ ഫ്രം എക്സ്റ്റേണൽ ഇയർ. അതാണ് നമ്മുടെ ടിംബാനം എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ്, ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസോണൻസ് വിത്ത് സൗണ്ട് വേവ്. അതായത് നമ്മൾ ടിംബാനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്തുണ്ട്, സൗണ്ട് വേവ്സ് എത്തുന്നുണ്ട്. നമ്മുടെ ഓഡിറ്ററി കനാലിന് എവിടത്തേക്ക് സൗണ്ട് വേവ്സ് എത്തുന്നത്, നമ്മുടെ ടിംബാനത്തിലേക്കാണ് സൗണ്ട് വേവ് എത്തുക. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതെന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ടിംബാനത്തെ കുറിച്ച് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡിൽ ഇയർ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനുണ്ട് നമുക്ക്? ഫസ്റ്റ് നോക്കാനുള്ളത് ലാബിലിംഗ് ആണ്. അതായത് നമ്മുടെ പാർട്സിന്റെ ലാബിലിംഗ് ആണ് നോക്കാനുള്ളത്. 2 പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതുപോലെ 2 ഇയർ ഓസിക്കിൾസ്. അങ്ങനെ 2 പാർട്സ് ആണ് നമുക്ക് മിഡിൽ ഇയറിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഇതിലെ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത് മാലസ് ഇൻകസ് സ്റ്റേപ്പീസ്. ഇത് മൊത്തമാണ് നമ്മൾ എന്ത് പറയാ, ഇയർ ഓസിക്കിൾസ് എന്ന് പറയാ. അത് എവിടെയാ സെറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ടിംബാനത്തിന്റെ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ് കാണുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. ഇവിടെ കാണുന്ന ഈ ഒരു ട്യൂബ് പോർഷൻ ആണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇയർ ഓസിക്കിൾസ് ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അങ്ങനെ 2 പാർട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലാബിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മിഡിൽ ഇയറിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി നോക്കാനുണ്ട്. നമുക്ക് 2 പാർട്സ് മാത്രമേ നോക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ ഇയർ ഓസിക്കിൾസ് ആണ്, അതുപോലെ നമ്മൾ 2 എന്ന് പറയുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. എന്താണ് ഇയർ ഓസിക്കിൾസ് എന്ന് വെച്ചാലോ, എന്താണ് അവ ചെയ്യുന്നത്? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ടിംബാനം ടു ദ ഇന്റേണൽ ഇയർ. അതായത് നമ്മൾ ടിംബാനം പറയുമ്പോൾ പറഞ്ഞായിരുന്നു അവിടെ എന്തുണ്ട്, നമ്മുടെ സൗണ്ട് വേവ്സിന്റെ വൈബ്രേഷൻ ഉണ്ട്. അത് എന്ത് ചെയ്യണം, നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് എത്തണം. നമ്മൾ ഡയറക്റ്റ് എത്തിക്കുകയല്ല ചെയ്യുന്നത്, അത് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. ഈ ഒരു സൗണ്ട് വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. എന്ത് ചെയ്യണം, അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. എവിടേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇന്റേണൽ ഇയറിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
ഇയർ ഓസിക്കിൾസ് എന്താണ് ചെയ്യുന്നത്? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ടിംബാനം ടു ദ ഇന്റേണൽ ഇയർ. അതാണ് ഇയർ ഓസിക്കിൾസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് നോക്കിക്കോളൂ. യൂസ്റ്റേഷ്യൻ ട്യൂബ്. എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്? ഇറ്റ് കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ഫാരിങ്സ്. അതായത് നമ്മുടെ ഫാരിങ്സിനെയും അതുപോലെ മിഡിൽ ഇയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. ആരാണ്? നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. പ്രൊട്ടക്ട്സ് ദ ടിംബാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ടിംബാനം. എന്തും കൂടി ചെയ്യുന്നുണ്ട്? നമ്മുടെ ടിംബാനത്തിനെ പ്രൊട്ടക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിന്റെ പ്രഷറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടിംബാനത്തിന് എന്തുണ്ട്? പ്രഷർ ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്റേണൽ ഇയർ ആണ്. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റേണൽ ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മിഡിൽ ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്റേണൽ ഇയർ ആണ്. ഇതാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. കുറച്ച് പാർട്സ് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ത് ചെയ്യണം? ലാബിൽ ചെയ്യാൻ കൂടി ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യണം? അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ. ഈ ഒരു പാർട്ടാണ് നമ്മുടെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെമി സർക്കുലർ കനാൽ. ഇവിടെ എന്ത് ഉണ്ട്? ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. എങ്ങനെയാ അത് കാണുന്നത്? സെമി സർക്കുലർ ആയിട്ടാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വെസ്റ്റിബുലാർ നെർവ്. അതായത് ഇവിടെ കാണുന്ന ഈ ഒരു നെർവ് ആണ് നമ്മുടെ വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഡിറ്ററി നെർവ്. അതായത് കുറച്ച് വലിയ നെർവ് ആണ് ഇത്. കുറച്ചുകൂടി തിക്നെസ് കൂടുതലാണ് ഈ ഒരു നെർവിനുള്ളത്. ഇതാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് തിക്നെസ് എങ്ങനെയാണ്? കുറച്ച് വലിങ്ങനെയാണ് കാണുന്നത്. അതാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ കോഗ്ലിയ. ഈ ഒരു പാർട്ടാണ് നമ്മുടെ കോഗ്ലിയ എന്ന് പറയുന്നത്. ഏകദേശം ഒരു സ്നെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണുള്ളത്. നമ്മുടെ ഒച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതായത് നമ്മുടെ സ്നെയിൽ അതിന്റെ ഒരു ഷേപ്പാണ് ഇവിടെ കാണുന്നത്. നമുക്കിനി എന്ത് ചെയ്യാനുണ്ട്? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി നോക്കാനുണ്ട്. ഇന്റേണൽ ഇയർ. ദ ഇന്റേണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ബോണി കേസ് ഇൻ ദ സ്കൾ കോൾഡ് ബോണി ലാംബ്രിത്. നമ്മുടെ ഇന്റേണൽ ഇയർ എവിടെയാണ് കാണുന്നത്? നമ്മുടെ സ്കള്ളിനകത്ത് എന്തുണ്ട്? ഒരു ബോണി കേസ് ഉണ്ട്. എന്താണ് അതിനെ പറയാ? ബോണി ലാംബ്രിത് എന്നാണ് അതിനെ പറയാ. അവിടെയാണ് നമ്മുടെ ഇന്റേണൽ ഇയർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. Next point, in this bony case there are membranous labyrinth as well. അവിടെ എന്തുണ്ട്? അവിടെ membranous labyrinth കൂടി അവിടെ ഉണ്ട്. Next point നോക്കിക്കോളൂ. The space inside the membranous labyrinth is filled with a fluid named endolymph. അതായത് നമ്മുടെ membranous labyrinth ഉണ്ടല്ലോ, അതിന്റെ ഇൻസൈഡ്, അതിന്റെ അകത്ത് എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അതിന്റെ അകത്ത് എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലൂയിഡിനാണ് നമ്മൾ എന്ത് പറയാ? എൻഡോലിംഫ് എന്ന് പറയാ. The space between the membranous and bony labyrinth is filled with a fluid called perilymph. അതായത് നമ്മുടെ മെംബ്രേനസും അതുപോലെ ബോണി ലാബ്രിത്ത് ഉണ്ടല്ലോ, അതിന്റെ ബിറ്റ്വീൻ, അതിന്റെ നടുവിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അവിടെയും ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെരിലിംഫ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ ആൻഡ് കോഗ്ലിയ are the main parts of internal ear. നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സെമി സർക്കുലർ കനാൽ, രണ്ട് വെസ്റ്റിബ്യൂൾ, മൂന്ന് കോഗ്ലിയ. ഇതാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ മൂന്ന് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അതിൽ നെക്സ്റ്റ് സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ ഹെൽപ്പ് ഇൻ ബാലൻസിങ്. നമ്മുടെ സെമി സർക്കുലർ കനാലും അതുപോലെ വെസ്റ്റിബ്യൂൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബാലൻസിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് വേരിയസ് കോഗ്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. നമ്മുടെ കോഗ്ലിയ ആണ് നമ്മളെ നമുക്ക് കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതെന്ത് ചെയ്യാ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോഗ്ലിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫ്ലോ ചാർട്ട് ആണ്. അതായത് ഹൗ ഈസ് ഹിയറിംഗ് പോസിബിൾ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
അതായത് നമ്മുടെ സൗണ്ട് വേവ്സ് എങ്ങനെയാണ് നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗിലേക്ക് എത്തുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൗണ്ട് വേവ്സ് എവിടേക്കാണ് പാസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മുടെ പിന്ന എന്ന പാർട്ടിലേക്കാണ് പാസ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാലിലേക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മുടെ സൗണ്ട് വേവ്സിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്ററി കനാലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? ഓഡിറ്ററി കനാലിൽ നിന്നും ഈ ഒരു സൗണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ട്, ടിംപാനത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ടിംപാനം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇയർ ഓസിക്കിൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇയർ ഓസിക്കിൾസ് എവിടേക്കാണ്, നമ്മുടെ ഓവൽ വിൻഡോയിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഓവൽ വിൻഡോന്ന് നമ്മുടെ ആ ഒരു സൗണ്ട് വേവ്സ് എവിടെ എത്തുന്നുണ്ട്, നമ്മുടെ കോക്ലിയയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് എവിടേക്കാണ്, നമ്മുടെ ഹെയർ സെല്ലിലേക്കാണ് ഈ ഒരു സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് എന്ത് ചെയ്യും, അതെന്തായിട്ട് മാറുന്നുണ്ട്, അത് ഇമ്പൾസ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ സൗണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പൾസ് ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു ഇമ്പൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓഡിറ്ററി റിസെപ്റ്റേഴ്സിലേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് എവിടേക്കാണ് പാസ് ചെയ്യുന്നത്, നമ്മുടെ സെറിബ്രത്തിലോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സെൻസ് ഓഫ് ഹിയറിംഗിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മുടെ സൗണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫൈയും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് ഇമ്പൾസ് ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് ആ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് എന്തിലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അത് എന്ത് ചെയ്യാം, പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസെപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ്, അതായത് നമ്മുടെ വേരിയസ് ഓർഗാനിസത്തിലെ റിസെപ്റ്റേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, പ്ലനേറിയ ആണ്. ഈ പ്ലനേറിയകത്ത് എന്തുണ്ട്, ഐ സ്പോട്ട് ഉണ്ട്. ഈ ഐ സ്പോട്ട് എന്തിനാണ്, ടു ഡിറ്റക്ട് ലൈറ്റ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഐ സ്പോട്ട് എന്തിനാണ്, ടു ഡിറ്റക്ട് ലൈറ്റ്. നമ്മളെ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ ഐ സ്പോട്ട് എന്ന് പറയുന്ന സാധനം. നെക്സ്റ്റ് ഒമറ്റീഡിയ. എന്താണ് ഈ ഒമറ്റീഡിയ എന്ന് പറഞ്ഞാൽ, ഫോംഡ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐസ്. അതായത് നമ്മുടെ ഹൗസ് ഫ്ലൈക്ക് എന്തുണ്ട്, ഒമറ്റീഡിയ ഉണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക, സ്മോൾ ഐസ്, അതായത് നമ്മളെ തൗസൻഡ്സ് ഓഫ് സ്മോൾ ഐസ് ചേരുമ്പോഴാണ് ഒമറ്റീഡിയ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ദ ഐസ് ഓഫ് ആൻ ഇൻസെക്ട് കൺസിസ്റ്റ് ഓഫ് ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കോൾഡ് ഒമറ്റീഡിയ. അതായത് ചില ഇൻസെക്റ്റിന് എന്തുണ്ട്, ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, അതായത് കുറെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒമറ്റീഡിയ എന്ന് പറയുന്നത്. അതെവിടെയാണ്, നമ്മുടെ ഹൗസ് ഫ്ലൈയിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഷാർക്ക്. ലാറ്ററൽ ലൈൻ, അതിനെന്തുണ്ട്, ലാറ്ററൽ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. These are receptors in lateral line on either side of body which helps to detect ചേഞ്ച് ഇൻ ബാലൻസ് ഓഫ് ദ ബോഡി. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ബാലൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഈ ലാറ്ററൽ ലൈൻ കാണുന്നത്, അതായത് ആ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു ലൈനാണ് നമ്മുടെ ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ശരീരത്തിൽ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു ലൈനാണ് നമ്മുടെ ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് നമ്മുടെ ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്നേക്കിൽ കാണുന്ന ഒരു എന്താ പറയാ റിസെപ്റ്റർ ആണ് നമ്മുടെ ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്നേക്കിന്റെ മൗത്ത് കാവിറ്റിയുടെ മുകളിൽ കാണുന്ന ഒരു ഭാഗമാണ് ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്. The aromatic particles that stick on the tongue of the mouth reaches Jacobson organ. അതായത് aromatic particles എന്ന് വെച്ചാൽ എന്താണ്, സ്മെല്ലുള്ള പാർട്ടിക്കിൾസ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, സ്നേക്കിന്റെ അടുത്തേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, അത് എവിടത്തേക്ക് എത്തും, ജേക്കബ്സൺ ഓർഗനിലേക്ക് എത്തും. അതാണ് പറയുന്നത്. അതെവിടെയാണ് ഈ ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്, ഓൺ ദ റൂഫ് ഓഫ് മൗത്ത് കാവിറ്റി. അതായത് മൗത്ത് കാവിറ്റിയുടെ റൂഫിലാണ്, മുകളിലാണ് കാണുന്നത്. ദ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് സിൻസ് ദേ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് റിസെപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസത്തിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യണം, ഇതൊക്കെ കറക്റ്റ് ലാബിൽ ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. കാരണം എക്സാമിന് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മിസ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.